കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ആദ്യത്തെ യൂണിറ്റ് അല്ലെ, പ്ലസ് വണ്ണിലെ ആദ്യത്തെ യൂണിറ്റ്, അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ ഒരു ചെറിയ അനക്ഡോട്ട് ആയ എർത്ത് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അനക്ഡോട്ട് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഓവറോൾ ഇൻട്രോ, ആ യൂണിറ്റ് എന്തിനെ കുറിച്ചാണെന്ന്, ആ യൂണിറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. ഓവറോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്ത് ചെയ്തു, ആ യൂണിറ്റിന്റെ ആമുഖം നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അപ്പൊ ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് അതിലെ ചാപ്റ്ററിലേക്കാണ്. അപ്പൊ അതിലെ ആദ്യത്തെ അനക്ഡോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത് വെച്ചായിരുന്നു, തുടങ്ങി വെച്ചായിരുന്നു അല്ലെ. അതുവരെയൊക്കെ നോക്കി മനസ്സിലാക്കി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോ എയ്റ്റ്സ് ഫസ്റ്റ് സ്പീച്ച്. ഇനി നമുക്ക് കഥയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം. ശ്രദ്ധിച്ചിരിക്കുക, ഈ അനക്ഡോട്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അനക്ഡോട്ട് നിങ്ങളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു അനക്ഡോട്ടാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മാർക്കൊക്കെ കുറഞ്ഞൊക്കെ ഇരിക്കുന്നവർക്ക് എന്താണ്, ഒരു റിലീഫ്, ആശ്വാസം പകരുന്ന യൂണിറ്റ് ആണ്. ഏത് യൂണിറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ തോൽവികൾ എന്താണ്, വിജയത്തിന്റെ ചവിട്ടുപടികളാക്കിയ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ആ മഹത് വ്യക്തികളുടെ ലൈഫിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് വിരൽ ചൂണ്ടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്. അപ്പൊ ഏബ് എന്ന് അവിടെ വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, എബ്രഹാം ലിങ്കൻ അല്ലെ. അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയ എബ്രഹാം ലിങ്കന്റെ ലൈഫിൽ നിന്ന് അല്ലെ, ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു അനക്ഡോട്ട് ആണ് ഏതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ആദ്യത്തെ അനക്ഡോട്ടില് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ എബ്രഹാം ലിങ്കനെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തതാണ്. 16ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. വളരെ പുവർ ആയിട്ടുള്ള, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് എന്താണ് ജനിച്ച് വളർന്നു വന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൻ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. അപ്പൊ ആ ലൈഫിലെ ഒരു സുപ്രധാനമായ ഇൻസിഡന്റിനെ കുറിച്ചാണ് ഏതിൽ ചർച്ച ചെയ്തത്, ഈ അനക്ഡോട്ടില് ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പൊ എബ്രഹാം ലിങ്കൻ 1880 ഫെബ്രുവരി 12 എബ്രഹാം ലിങ്കന്റെ ജനനം. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു ഫാർമർ കംസ് കാർപ്പന്റർ ആയിരുന്നു. തോമസ് ലിങ്കൺ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ആൻഡ് മേരി ഹാൻസ് എന്ന് പറയുന്ന നാൻസി ഹാൻസ് എന്ന് പറയുന്ന പേരുള്ള, അല്ലെങ്കിൽ എന്നായിരുന്നു എബ്രഹാം ലിങ്കന്റെ അമ്മയുടെയും പേര്. ഓക്കെ, അപ്പോ തോമസ് ലിങ്കണും അതുപോലെ നാൻസി ഹാൻസും, ആ പേര് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചിരിക്കുക. അച്ഛന്റെ അമ്മയുടെ പേരാണ്. 1809 ജനനം, 1809 ഫെബ്രുവരി 12 ജനനം. 1865 ഇദ്ദേഹം എന്ത് ചെയ്യപ്പെടുകയാണ്, അസാസിനേറ്റ് ചെയ്യപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ലൈഫ്. എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ എക്കോണമി ഇത്രത്തോളം ഡെവലപ്ഡ് ആകാനായിട്ടുള്ള ഒരു സുപ്രധാനമായ കാരണക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൺ. അതുപോലെ തന്നെ അമേരിക്കൻ സിവിൽ വാറിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ച പ്രസിഡന്റും കൂടിയാണ് ആരെന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ സ്ലേവറി അഥവാ അടിമത്വത്തിനെതിരെ എന്താണ് പോരാടിയ ഒരു പ്രസിഡന്റും കൂടി ആയിരുന്നു ആരെന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൺ. ഓക്കെ, അപ്പൊ അങ്ങനെ എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ ഒരു ജനകീയ പ്രസിഡന്റ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പറയാനായിട്ടും സാധിക്കും. സോ മോർ ദാൻ എ പ്രസിഡന്റ്, ഹി വാസ് സെൽഫ് ടോട്ട്. അദ്ദേഹം സ്വന്തമായിട്ട് പഠിച്ച് ലോയർ എക്സാമിനേഷൻ ഒക്കെ എഴുതിയ ഒരു വ്യക്തിയും കൂടിയാണ് എന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൺ. അപ്പൊ എബ്രഹാം ലിങ്കനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി എന്ന് പറയുന്നത് എന്താണ്, വളരെ വിസ്തരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് പറയാനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ആരെന്ന് പറയുന്നത്, എബ്രഹാം ലിങ്കൺ അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവമാണ് ഏബ്സ് ഫസ്റ്റ് സ്പീച്ച്, ഏബിന്റെ അഥവാ എബ്രഹാം ലിങ്കന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്ന ഈ അനക്ഡോട്ടില് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അനക്ഡോട്ട് എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു അനക്ഡോട്ട്? ഒരു മോറലുള്ള അല്ലെ, ഒരു മോറലുള്ള ചെറിയ കഥയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, അനക്ഡോട്ട് എന്ന് പറയുന്നത്. എ സ്മോൾ അല്ലെങ്കിൽ എ ഷോർട്ട് സ്റ്റോറി കൺസിസ്റ്റിംഗ് ഓഫ് എ മോറൽ. ഒരു മോറലുള്ള, ഒരു ഗുണപാഠമുള്ള ചെറിയ കഥയെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു, അനക്ഡോട്ട് എന്ന് വിശേഷിപ്പിക്കുന്നു. സോ മോർ ദാൻ ആൻ അനക്ഡോട്ട്, ദിസ് ഈസ് ആൾസോ എ മെമ്മോയർ. നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇത് എബ്രഹാം ലിങ്കന്റെ ഒരു ഓർമ്മക്കുറിപ്പും കൂടെയാണ് ഏതെന്ന് പറയുന്നത്, ഈ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, സോ നമ്മള് കഥ ആരംഭിച്ചായിരുന്നു. ഏബ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നടത്തിയത് അദ്ദേഹം ഒരു കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്താണ്. when he was a boy അല്ലെ, അദ്ദേഹം ഒരു ബോയ് ആയിരുന്ന സമയത്താണ് അല്ലെ, വളരെ മുതിർന്ന 20-30 വയസ്സുള്ളപ്പോഴൊന്നും അല്ല ഏബ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്.
When he was a boy, അദ്ദേഹം ഒരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്താണ് ഏബ് തന്റെ ആദ്യ പ്രസംഗം കാഴ്ചവെക്കുന്നത്, അല്ലെ? മാത്രമല്ല, ഞാൻ ആൾറെഡി പറഞ്ഞതാണ്, he was a എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? He was from a very poor family. വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് എബ്രഹാം ലിങ്കൺ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഫാർമർ കംസ് കാർപ്പന്റർ ആയിരുന്നു. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. എബ്രഹാം ലിങ്കന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എബ്രഹാം ലിങ്കൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു, അല്ലെ? നല്ല മനുഷ്യർക്ക് പലപ്പോഴും ശത്രുക്കൾ കാണും. അങ്ങനെ എബ്രഹാം ലിങ്കന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞിരുന്നു, a shoemaker's son became a president എന്ന്. ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, a shoemaker's son became a president. ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട വരികളാണ്. അദ്ദേഹത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ അല്ലെങ്കിൽ എന്താണ്, അദ്ദേഹത്തിന്റെ അച്ഛനെ കളിയാക്കുന്ന രീതിയിലാണ് എഴുതിയത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ഷൂമേക്കർ ആയിരുന്നു എന്നല്ല. ഓക്കെ, ഹിസ് ഫാദർ വാസ് നോട്ട് ഓൾ എ ഷൂമേക്കർ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കോപ്ലറോ അല്ലെങ്കിൽ ഒരു ഷൂമേക്കറോ ചെമ്മാനോ ചെരുപ്പൂത്തിയോ ഒന്നും അല്ലായിരുന്നു. എങ്കിലും അങ്ങനെ പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഹി വാസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് എബ്രഹാം ലിങ്കൻ വന്നത്. അങ്ങനെ വന്നതുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോഴത്തേക്ക് വിശേഷിപ്പിച്ചു, ആർക്കും അമേരിക്കയുടെ പ്രസിഡന്റ് ആകാം. ദാ നോക്കുക, ഒരു ചെമ്മാന്റെ ഒരു ചെരുപ്പ് കുത്തിയുടെ എന്താണ് മകൻ ഇതാ പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന് അക്കാലഘട്ടത്തിലെ പത്രങ്ങൾ എഴുതി അദ്ദേഹത്തിന്റെ വിജയത്തെ എന്ത് ചെയ്തിരുന്നു? കളിയാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ ലൈഫ് സ്റ്റൈൽ, അപ്പൊ അത്ര പാവപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്ന് ഈ ഒരു സ്ഥാനത്തിലേക്ക്, ഈ ഒരു പദവിയിലേക്ക് എത്തപ്പെട്ട വ്യക്തിയാണല്ലോ എബ്രഹാം ലിങ്കൺ. സോ ഹിസ് സ്റ്റോറി ഈസ് ട്രൂലി ആൻ ഇൻസ്പിറേഷൻ ടു അസ്, അല്ലെ? അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥ നമുക്ക് എന്താണെന്ന് പറയാം, ഒരു ഇൻസ്പിറേഷൻ ആണ്, പ്രചോദനമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ നോക്കുക, അപ്പൊ ആ ബോയിയെ കുറിച്ച് പറയുന്നുണ്ട്, he was going barefoot. അദ്ദേഹം നഗ്നപാദനായിട്ട്, ചെരുപ്പൊന്നുമില്ല, നഗ്നപാദനായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന്റെ ട്രൗസേഴ്സ്, അല്ലെ, മീൻസ് ആ പണ്ട് കാലത്തൊക്കെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വള്ളി നിക്കർ എന്ന് പറയുന്നത് ആ ട്രൗസേഴ്സ്, അല്ലെ? അപ്പൊ ആ വള്ളി നിക്കറിൽ ഒരു സസ്പെൻഡഡ് മാത്രമേ, അല്ലെ, ഇറ്റ് വാസ് ബൈ വൺ സസ്പെൻഡർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വള്ളി നിക്കറിൽ സാധാരണ 2 വള്ളികളാണ് എന്ത് ചെയ്യുന്നത്? ഈ വള്ളി നിക്കറിന് കാണുക. അപ്പൊ ഇതിന്റെ ഒറ്റ വള്ളിയേ ഉള്ളൂ, ഒറ്റ സസ്പെൻഡറിലാണ് എന്ത് ചെയ്യുന്നത്? ആ നിക്കർ തൂങ്ങി കിടക്കുന്നത്. ഓക്കെ, ഒരെണ്ണം പൊട്ടിപ്പോയിരിക്കുന്നു. അപ്പൊ അത്ര ദയനീയമായ അവസ്ഥയാണ് എബ്രഹാം ലിങ്കന്റെ അവസ്ഥ കുട്ടിയായിരുന്ന സമയത്ത്. And his shock of fear sticking through a hole in the crown of his cheap straw hat. പറയുന്നുണ്ട്, ആ സ്ട്രോ ഹാറ്റ്, ആ വളരെ ചീപ്പായിട്ടുള്ള ആ തൊപ്പിയുടെ ക്രൗൺ ഞാൻ അങ്ങ് ഡിഫൈൻ ചെയ്തതാണ്. തൊപ്പിക്ക് കുറെ ഭാഗങ്ങളും പ്ലേറ്റ്സുകളും അതുപോലെ തന്നെ ക്രൗൺ, ആ ഉന്തിയിരിക്കുന്ന തലയിൽ നമ്മൾ കയറ്റി വെക്കുന്ന ആ ഭാഗത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ക്രൗൺ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ക്രൗണിന്റെ ഒരു ഹോളിലൂടെ എന്താണ് മുടിക്കെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഴുത്തുകാരൻ നറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഹോളിലൂടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, because he did not have the money even to buy a new or expensive cap. ഒരു എക്സ്പെൻസീവ് ആയ ക്യാപ്പ് മേടിക്കാനുള്ള പണമൊന്നും ആരുടെ കൈവശമില്ലായിരുന്നു? എബ്രഹാം ലിങ്കന്റെ കൈവശമില്ലായിരുന്നു. Moreover, his father did not have that money. അദ്ദേഹത്തിന്റെ അച്ഛനും എന്തില്ലായിരുന്നു? അതിനുള്ള പാങ്ങ് ഇല്ലായിരുന്നു. ഓക്കെ, because his father was എന്താണ്? He was a farmer. അദ്ദേഹത്തിന്റെ ഫാദർ എന്ന് പറയുന്ന ഒരു ഫാർമറാണ്, കൃഷിക്കാരനായിരുന്നു, അല്ലെ? സോ നോക്കുക, ഇനിയാണ് നമുക്ക് കഥയിലേക്ക് വരാം. ഏബ്, ഇനി ആ സംഭവം, ആ ഇൻസിഡന്റിനെ കുറിച്ച് പറയാൻ ഏബിനെ കുറിച്ച് നറേറ്റ് ചെയ്തു. ഏബിന്റെ എന്താണ് നമ്മുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസിനെ കുറിച്ച് നമുക്കൊരു ഏകദേശ രൂപം കിട്ടി. ഏബ് കുട്ടിയായിരുന്നപ്പോൾ എങ്ങനെ ആയിരുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വരുത്തിയിട്ടുണ്ട്. Now we are going to the next section of this chapter. ഈ ചാപ്റ്ററിന്റെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കുക. Abe, in company with his rail splitting companion Dennis Hanks, attended a political meeting which was addressed by a typical stump speaker, one of those loud voiced fellows who shouted at the top of his voice and waved his arms widely. നോക്കുക, എന്താ പറയുന്നത്? മനസ്സിലായോ? നോക്കുക, ഏബ്, നമ്മുടെ എബ്രഹാം ലിങ്കൺ, in company with his rail splitting companion. What is mean by rail splitting companion എന്ന് പറയുന്നത്? അവിടെ സ്റ്റാർസ് കൊടുത്തിട്ടുണ്ട്, അവിടെ താഴെ അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. നോക്കുക, ശ്രദ്ധിച്ച്, താഴെ ആ 9ാമത്തെ പേജ് നമ്പർ എഴുതിയിരിക്കുന്നതിന്റെ താഴെ അവിടെ റെയിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചേ, ലിങ്കൺ ഹാസ് ഓഫൻ ബീൻ പോർട്രേഡ് ആസ് എ റെയിൽ സ്പ്ലിറ്റർ.
ലിങ്കനെ പലപ്പോഴും എബ്രഹാം ലിങ്കനെ പലപ്പോഴും നമ്മൾ പോർട്രേ ചെയ്യുക ചിത്രീകരിക്കുന്നത് ഒരു റെയിൽ സ്പ്ലിറ്റർ ആയിട്ടാണ്. വാട്ട് ഈസ് മീൻ ബൈ റെയിൽ സ്പ്ലിറ്റർ? എന്താണ് റെയിൽ സ്പ്ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, wielding a heavy axe and splitting logs to make rail fences. അപ്പോ ഈ റെയിൽ ഫെൻസസ് നിങ്ങൾ കണ്ടു കാണും. ഈ പഴയ വീട് ഇംഗ്ലീഷ് സിനിമകൾ മറ്റോ കാണുന്ന സമയത്ത് പണ്ട് കാലത്തൊക്കെ വീടുകൾ നമ്മൾ വെക്കുന്ന സമയത്ത് അല്ലെ, ഈ ടോമാജറിലൊക്കെ നിങ്ങൾ കാണുന്നത് അതാ ഇങ്ങനെ എന്താണ് നമ്മളിലെ റെയിൽവേ എന്താണ് പാളത്തിനെ പോലെ അല്ലെ ചെറിയ എന്താണ് ഇങ്ങനെ ഇതുപോലെ വുഡ് തടി കൊണ്ട് ഉണ്ടാക്കിയ വാൾ ഭിത്തി അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും മതില്, അതിനെയൊക്കെയാണ് ഫെൻസ് മീൻസ് എന്താണ് വേലി, ഇതുപോലത്തുള്ള വേലി നിങ്ങൾ കണ്ടു കാണും. അതിനെയാണ് അത് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് റെയിൽ സ്പ്ലിറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അദ്ദേഹം പലപ്പോഴും എന്താണ് ഈ റെയിൽ ഫെൻസസ് മറ്റുമൊക്കെ ഉണ്ടാക്കിയാണ് ഇദ്ദേഹത്തെ അങ്ങനെയാണ് ആളുകൾ ചിത്രീകരിക്കുന്നത് എബ്രഹാം ലിങ്കനെ. ഹി വാസ് എ റെയിൽ സ്പ്ലിറ്റർ, അദ്ദേഹം ഒരു റെയിൽ സ്പ്ലിറ്റർ ആണെന്ന് എന്ത് ചെയ്യും ആളുകൾ പറയും. റീസൺ വേറെ ഒന്നുമല്ല, ബിക്കോസ് he did rail fences. അദ്ദേഹം എന്ത് നിർമ്മിച്ചിരുന്നു കുട്ടിക്കാലത്ത്? റെയിൽ ഫെൻസസ് നിർമ്മിച്ചിരുന്നു. ഇതുപോലെയുള്ള വേലി അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ റെയിൽ സ്പ്ലിറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ സഹയാത്രികൻ, സുഹൃത്ത് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡെന്നീസ് ഹാൻസ്, പ്രധാനപ്പെട്ട പേരാണ് കേട്ടോ, ഡെന്നീസ് ഹാൻസ്. അപ്പൊ ഈ ഡെന്നീസ് ഹാൻസും ഏബും, അപ്പൊ ഡെന്നീസ് ഹാൻഡ്, ഹു ഈസ് ഡെന്നീസ് ഹാൻഡ്? ഈസ് എ ഫ്രണ്ട്, ഹീസ് എ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ ഓഫ് ഏബ്. എബ്രഹാം ലിങ്കന്റെ അദ്ദേഹം അല്ലെ റെയിൽ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ റെയിൽ സ്പ്ലിറ്റർ ആണ്, വേലി നിർമ്മിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം വേലി നിർമ്മിക്കുന്ന ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് ഒരു സുഹൃത്തുമുണ്ട്. ആൻഡ് ഹിസ് നെയിം ഈസ് ഡെന്നീസ് ഹാൻസ്. അതിന്റെ ആ സുഹൃത്തിന്റെ പേരാണ് ഡെന്നീസ് ഹാൻസ്. ഓക്കെ, അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്തു? ഇൻ കമ്പനി, അക്കോമ്പനീഡ് അല്ലെങ്കിൽ ഇൻ കമ്പനി, എബ്രഹാമിന്റെ കമ്പനി ആയിട്ട് ആരുമുണ്ട്? അദ്ദേഹത്തിന്റെ സുഹൃത്തായ ഡെന്നീസ് ഹാങ്കും ഉണ്ട്. ദേ അറ്റൻഡഡ് എ പൊളിറ്റിക്കൽ മീറ്റിംഗ്. ഒരിക്കല് അവരൊരു പൊളിറ്റിക്കൽ മീറ്റിംഗ്, അപ്പൊ ആ സമയത്ത് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കുന്ന ടൈമാണ്. അമേരിക്കയിലെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടക്കുന്ന ടൈമാണ്. വാട്ട് ഇസ് മീൻ ബൈ ക്യാമ്പയിൻ? ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചാരണ പ്രവർത്തനങ്ങൾ. നമ്മളിപ്പോ രാഷ്ട്രീയക്കാരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷനൊക്കെ അടുക്കുന്ന സമയത്ത് അവരെന്താണ് പ്രചാരണത്തിനായിട്ട് ഇറങ്ങും അല്ലെ. അതായത് അവരുടെ ഐഡിയലിസം അല്ലെങ്കിൽ അവരുടെ ഐഡിയാസ്, അവരെ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നതിനെ കുറിച്ചൊക്കെയുള്ള പ്രൊപ്പഗേഷൻ അല്ലെ, പ്രചാരണം നടത്തുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്യാറുണ്ട്? ഇറങ്ങാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണത്തെയാണ് നമ്മൾ ക്യാമ്പയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ആ വാക്ക് അവിടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. എനിവേ ശ്രദ്ധിക്കുക, അച്ഛൻ്റെ അപ്പൊ ഏബും എബ്രഹാം ലിങ്കനും അദ്ദേഹത്തിന്റെ സുഹൃത്തായ റെയിൽ സ്പ്ലിറ്റിംഗ് കമ്പാനിയൻ സുഹൃത്തായ ഡെന്നീസ് ഹാങ്കും കൂടെ അല്ലെ, ഡെന്നീസ് ഹാങ്സും കൂടെ ഒരു പൊളിറ്റിക്കൽ മീറ്റിംഗ് അറിയാലോ, ചർച്ച മീൻസ് എന്താണ്? ഒരു കൂട്ടായ്മയെ പങ്കെടുക്കുകയാണ്. വിച്ച് വാസ് അഡ്രസ്ഡ് ബൈ, ആ പൊളിറ്റിക്കൽ മീറ്റിംഗ് അഭിസംബോധന ചെയ്തത് ആരാണ്? ബൈ എ ടിപ്പിക്കൽ സ്റ്റെംപ് സ്പീക്കർ. ടിപ്പിക്കൽ സാധാരണ, കോമൺ. സോ സ്റ്റെം സ്പീക്കേഴ്സ് ആർ കോമൺ ഇൻ അമേരിക്ക അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് സ്റ്റെംപ് സ്പീക്കേഴ്സ്, ടിപ്പിക്കൽ എന്നാ പറയുന്നത്, സാധാരണയായിട്ടുള്ള സ്റ്റെംപ് സ്പീക്കേഴ്സ്. വാട്ട് ഈസ് സ്റ്റെംപ് സ്പീക്കർ? സ്റ്റെം സ്പീക്കർ അതിന്റെ മീനിങ് താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. എ സ്റ്റെംപ് സ്പീച്ച്. എന്താണ് സ്റ്റെംപ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ? സ്റ്റെം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മരക്കുറ്റി എന്നാണ് അർത്ഥം കേട്ടോ. മരത്തിന്റെ കുറ്റി ഉണ്ടല്ലോ, നമ്മള് മരം വെട്ടി അതിന്റെ എന്താണ് നമ്മളിൽ ചിക്കനൊക്കെ ചോപ്പ് ചെയ്യാനായിട്ട് അല്ലെ, നമ്മുടെ ബീഫൊക്കെ ചോപ്പ് ചെയ്യാനായിട്ട് വലിയ മരത്തിന്റെ കുറ്റി ഉണ്ട്. അത്രയും ഹൈറ്റ് ഉള്ളതല്ല, അതിനെക്കാട്ടി കുറച്ച് ചെറുത്. അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ആളിനെ കയറി നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും കാണണം. അതിനുവേണ്ടി ഒരു ചെറിയ മരക്കുറ്റി ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? കയറി നിന്ന് സംസാരിക്കുന്നത്. അപ്പൊ പണ്ട് ഈ വേദികൾ, സ്റ്റേജുകളും മറ്റ് അതിന് പകരമുള്ള ഒരു എന്താണ്, അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റേജിന് പകരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ, ഒരു ടെമ്പററി പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് അന്ന് ആ കാലഘട്ടത്തിൽ എന്ത് ഉപയോഗിച്ചിരുന്നത്? ഇത്തരത്തിലുള്ള മരക്കുറ്റികൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ ഈ മരക്കുറ്റികളിൽ കയറി നിന്ന് പ്രസംഗം നടത്തുന്ന ആളുകളെയാണ് നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? സ്റ്റെംപ് സ്പീക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാ നോക്കുക, അതിന്റെ മീനിങ് ഞാനൊന്ന് പറഞ്ഞുതരാം. എ സ്റ്റെംപ് സ്പീച്ച്, ഒരു സ്റ്റെംപ് സ്പീച്ച് എന്ന് പറയുന്നത് വാസ് എ സ്പീച്ച്, അതെന്ന് പറയുന്ന ഒരു പ്രസംഗമാണ്. അഡ്രസ്ഡ് ടു ദ ജനറൽ പബ്ലിക്, സാധാരണ പൊതുജനങ്ങൾക്ക്, ജനറൽ പബ്ലിക് പൊതുജനം കേട്ടോ, പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി
അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രസംഗത്തെയാണ് നമ്മൾ സ്റ്റെമ്പ് സ്പീച്ച് എന്ന് പറയുന്നത്. ഡ്യൂറിങ് എ പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ക്യാമ്പയിൻ, ഇപ്പൊ രാഷ്ട്രീയപരമായ സാമൂഹികപരമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റെമ്പ് സ്പീക്കേഴ്സ് എന്ത് ചെയ്യുന്നത്, പ്രത്യക്ഷപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ. കേട്ടോ, വേർ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ് ടു ദ ട്രീ സ്റ്റെംസ്. നോക്കുക, അവിടെ എന്താണ് ഈ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സ്. അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഉണ്ടല്ലോ, കാൻഡിഡേറ്റ്സ് അല്ലെ, മത്സരാർത്ഥികൾ എന്നൊക്കെ പറയാം. കാൻഡിഡേറ്റ്സ് മത്സരാർത്ഥികൾ. അപ്പൊ ഈ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ്, കാൻഡിഡേറ്റ്സ് അല്ലെ, ആ ഒരു മത്സരാർത്ഥി റെപ്രസെന്റേറ്റീവ് ആകുന്നത് എപ്പോഴാണ്, വിജയിച്ചു കഴിയുമ്പോഴാണ്. അതുവരെ അദ്ദേഹം മത്സരാർത്ഥി മാത്രമാണ് അല്ലെ. അങ്ങനെയുള്ള ഈ കാൻഡിഡേറ്റ്സ്, മത്സരാർത്ഥികൾ, രാഷ്ട്രീയ മത്സരാർത്ഥികൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡ് അപ്പോൺ ട്രീ സ്റ്റെംസ്. അവർ ഏതിന്റെ മുകളിൽ കയറി നിൽക്കും, ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നു നിൽക്കുന്നതിന് വേണ്ടി ട്രീ സ്റ്റെമ്പിന്റെ മുകളിൽ എന്ത് ചെയ്യും, കയറി നിൽക്കും. മരക്കുറ്റിയുടെ മുകളിൽ എന്ത് ചെയ്യും, കയറി നിൽക്കും. മരക്കുറ്റി വളരെ അറിയാം, മരക്കുറ്റി അറിയാലോ, നമ്മളിങ്ങനെയൊക്കെ എന്താണ്, ചെറിയ മരത്തിന്റെ എന്താണ് കുറ്റി, രണ്ട് സൈഡിലും ഫ്ലാറ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഇട്ടിട്ട് ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും, അവർ കയറി വന്ന് നിൽക്കും. അപ്പൊ സാധാരണ ആളുകൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ മുഖത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒന്ന് ഹൈറ്റ് കിട്ടുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പോലെ ടെമ്പററി ആയിട്ട് യൂസ് ചെയ്യാനാണ് ഈ മരക്കുറ്റി എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. കേട്ടോ, അപ്പോ ടു ഡെലിവർ എ സ്പീച്ച്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ്, ടു ഡെലിവർ എ സ്പീച്ച്, ഒരു പ്രസംഗം നടത്തുന്നതിന് വേണ്ടി. അപ്പൊ സ്പീച്ച് ഒക്കെ പ്രസംഗമൊക്കെ നമ്മൾ പറയൂ, സ്പീക്കർ എന്നല്ല നമ്മൾ പറയുന്നത്, ഡെലിവർ ചെയ്യുക എന്നാണ് പറയുന്നത്. കേട്ടോ, അപ്പൊ ഒരു പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അവരെന്ത് ചെയ്യുന്നത്, ട്രീ സ്റ്റെമ്മിന്റെ മുകളിൽ കയറി നിൽക്കുന്നത്. കേട്ടോ, ഇറ്റ് വാസ് എ കസ്റ്റം ഇൻ ദ 19th century അമേരിക്ക. അപ്പോ 19ാം നൂറ്റാണ്ടിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു കസ്റ്റം, ഒരു രീതിയാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴൊന്നും അങ്ങനെയില്ല. ഇപ്പോഴൊക്കെ എന്താണ്, വളരെ നമ്മൾ കണ്ടില്ലേ, അമേരിക്കയിലെ പ്രസിഡന്റ് മറ്റുമൊക്കെ ഇപ്പൊ വന്ന് ജനങ്ങളെ അഡ്രസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, സോഷ്യൽ സൊസൈറ്റിയെ അഡ്രസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പബ്ലിക്കിനെ അഡ്രസ് ചെയ്യുന്നത് എന്താണ്, വളരെ എന്താണ്, ഇപ്പൊ ആരെങ്കിലും ട്രംപ് ഒക്കെ വന്നിട്ട് മരക്കുറ്റിയുടെ മേളിൽ കയറി എന്നാണ് പ്രസംഗിക്കുന്നത്, അല്ല. അവർക്കൊക്കെ എന്താണ്, ഇപ്പൊ വളരെയധികം ഡിസ്റ്റിങ്വിഷ്ഡ് ആയിട്ടുള്ള റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ് പ്രസിഡന്റ് സ്ഥാനം. അന്നും റെസ്പെക്ട് ഒരുപാട് ഉണ്ടായിരുന്നു. കേട്ടോ, പക്ഷെ അന്നത്തെ കണ്ടീഷൻസ് എന്താണ്, കുറച്ചുകൂടെ എന്തായിരുന്നു, വീക്ക് പൂർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ടെക്നോളജി ഒക്കെ ഒരുപാട് അഡ്വാൻസ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് മൈക്ക് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വലിയ പ്ലാറ്റ്ഫോം ഒക്കെ നൊടിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വലിയ പ്ലാറ്റ്ഫോം ഒക്കെ ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അന്ന് അത്രത്തോളം എന്തില്ല, ടെക്നോളജീസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വർദ്ധിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ അനുമാനിക്കുക. കേട്ടോ, അപ്പൊ നോക്കുക. എനിവേ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ ഏബിന്റെ റെയിൽ സ്പ്ലിറ്റിംഗ്, അദ്ദേഹത്തിനോടൊപ്പം ഈ എന്താണ് ഫെൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തുണ്ട്, ഡെന്നീസ് ഹാങ്സ് എന്നാണ് എബ്രഹാം ലിങ്കന്റെ സുഹൃത്തിന്റെ പേര്. അദ്ദേഹവും കൂടെ ഒരു രാഷ്ട്രീയ സമ്മേളനം മീറ്റിംഗ് എന്ത് ചെയ്തു, മീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് പോയി. ഈ സമയത്ത് ആ മീറ്റിംഗില് ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഒരു സാധാരണ സ്റ്റെമ്പ് സ്പീക്കറാണ്. സ്റ്റെമ്പ് സ്പീക്കർ എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സ്റ്റെമ്പ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മരക്കുറ്റിയുടെ മുകളിൽ കയറി നിന്നിട്ട് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ, രാഷ്ട്രീയ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നയിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം പ്രസംഗം നടത്തുന്നത് എന്തിന്റെ മുകളിൽ കയറിയാണ്, മരക്കുറ്റിയുടെ മുകളിൽ കയറിയാണ്. അങ്ങനെ നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സ്റ്റെമ്പ് സ്പീക്കർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കേട്ടോ, അപ്പൊ അദ്ദേഹമാണ് ഇവിടെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ആ പ്രസംഗം കേൾക്കാൻ ഇടയായി. ഇനി ആ പ്രസംഗം നടത്തുന്ന ആളുടെ പ്രത്യേകത അവിടെ ഹൈഫനിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്റ്റെമ്പ് സ്പീക്കറിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുന്നുണ്ട്, വൺ ഓഫ് ദോസ് ലൗഡ് വോയിസ്ഡ് ഫെല്ലോസ്. അപ്പോ വളരെ കുറഞ്ഞ പതുക്കെ സംസാരിക്കുന്ന ആളെ നിന്നും ഇത്രയും ആളുകളെ അല്ലെങ്കിൽ സൊസൈറ്റിയെ മൊത്തത്തിലായിട്ട് പബ്ലിക്കിനെ മൊത്തത്തിൽ അഡ്രസ് ചെയ്യാനായിട്ട് വളരെ പമ്മി സംസാരിക്കുന്ന ആളെ നമുക്ക് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ അങ്ങനെ എല്ലാവരും കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല ഉച്ചത്തിൽ നല്ല സൗണ്ടിൽ എന്ത് ചെയ്യാൻ സാധിക്കണം, സംസാരിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അപ്പോ ഹി വാസ് ആ സ്റ്റമ്പിൽ കയറി നിന്ന വ്യക്തി, he was one of those loud voiced fellows. അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ വെച്ച് തന്നെ എന്താണ്, വൺ ഓഫ് ദ ലൗഡ് വോയിസ്ഡ് അല്ലെ. ഇപ്പൊ ഒരുപാട് പേര് ലൗഡ് വോയിസ്ഡ് ആയിട്ടുള്ള ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അതിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. who shouted at the top of his voice. അപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന അത്രത്തോളം, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന മാക്സിമം എഫേർട്ടില്
ടോപ്പ് ഓഫ് ഹിസ് വോയിസ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ അങ്ങേയറ്റം അദ്ദേഹം എന്ത് ചെയ്തു? ഷൗട്ട് ചെയ്യുക, അലറുകയാണ് കേട്ടോ. അദ്ദേഹം വളരെ എല്ലാരും കേൾക്കുന്ന രീതിയിൽ വളരെ ഉച്ച സൗണ്ടിൽ എന്ത് ചെയ്യാണ്? അദ്ദേഹം അലറി സംസാരിക്കുന്നു. And waved his arms widely. അപ്പൊ സംസാരത്തിന്റെ ആ ഒരു എന്താണ് തീവ്രത, എനർജി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇദ്ദേഹത്തിന്റെ കൈ എന്താണ് വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് പലപ്പോഴും എന്താണ്, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുമ്പോഴൊക്കെ ഈ കൈ എനിക്ക് അനങ്ങി വെറുതെ ഇങ്ങനെ വെച്ചേക്കാൻ പറ്റില്ല. അതിങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അനങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അതൊരു നേച്ചറാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ ഇദ്ദേഹം വേവ്ഡ് ഹിസ് ആർംസ്, ഇദ്ദേഹം കൈയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വേവ് ചെയ്യുക, കൈയൊക്കെ ഇങ്ങനെ ആട്ടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇദ്ദേഹം കൈയൊക്കെ ആട്ടുന്നുണ്ട്. വൈഡ്ലി, വന്യമായ രീതിയിലാണ് കൈയൊക്കെ ആട്ടുന്നത്. ഓരോ കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് എന്താണ്, ആളുകളെ എന്താണ്, അങ്ങനെ ആയിരിക്കണം. ഒരു പ്രസംഗം എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടോണ്ടിരിക്കുന്ന ആൾ ഉറങ്ങരുത് അല്ലേ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്താണ്, അവരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. അതുപോലെ തന്നെ എന്താണ്, അതുകൊണ്ടാണ് ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേരൊക്കെ ഇരുന്ന് എന്ത് ചെയ്യും? ഉറങ്ങും. അപ്പൊ അങ്ങനെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ നിങ്ങൾ ഉറങ്ങാണ് ദൈവത്തിന് അറിയാം അല്ലെ. നോക്കുക. സോ എനിവേ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ സൗണ്ടിൽ, ആ വോയിസിന്റെ മാക്സിമം സൗണ്ടിൽ അദ്ദേഹം ഷൗട്ട് ചെയ്യാണ്, അലറുകയാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ കൈകൾ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വന്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേവൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ആട്ടി ഉലയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അദ്ദേഹം സംസാരിക്കുകയാണ്. At the conclusion of the speech, ആ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ നിഗമനം, അവസാനം കേട്ടോ, നിഗമനം അതിന്റെ അവസാനമായി. അപ്പൊ ആ പ്രസംഗത്തിന്റെ അവസാനത്തില് which did not meet the views either of Abe or Dennis. അപ്പോൾ ഡെന്നീസിന്റെയോ എബ്രഹാം ലിങ്കന്റെയോ കാഴ്ചപ്പാടിനെ ഒന്നിനെയും തന്നെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലല്ലായിരുന്നു ആ പ്രസംഗം എന്ന് പറയുന്നത്. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. നോക്കുക. which did not meet the views കാഴ്ചപ്പാട് either of Abe, ആരുടെ? ഏബിന്റെയോ ഡെന്നീസിന്റെയോ. either of Abe or Dennis, ഡെന്നീസിന്റെയും ഏബിന്റെയും രണ്ടുപേരുടെയും കാഴ്ചപ്പാടിന് തൃപ്തി വരുന്ന രീതിയിലല്ല, അതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല അല്ലെ, അവരുടെ കാഴ്ചപ്പാടുകളെ ബന്ധിപ്പിക്കുന്ന രീതിയിലല്ല ആര് പ്രസംഗിച്ചത്? അവിടെ ഉണ്ടായിരുന്ന ആ സ്റ്റെമ്പ് സ്പീക്കർ പ്രസംഗിച്ചത്. അപ്പൊ എബ്രഹാം ലിങ്കന്റെയും ഡെന്നീസിന്റെയും കാഴ്ചപ്പാടിനെ അത് എന്ത് ചെയ്തില്ല? തൃപ്തിപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെയും കാര്യം ഏകദേശം സെയിം ആയിരിക്കാം. പക്ഷേ മറ്റുള്ളവർ എന്താണ്, ചില ആളുകൾ എന്താണ്, റെസ്പോണ്ട് ഒന്നും പ്രതികരിക്കാനൊന്നും നിൽക്കില്ല. അവരെന്ത് ചെയ്യും? മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരിക്കും അല്ലെ. പക്ഷെ എബ്രഹാം ലിങ്കനും ഡെന്നീസ് എന്ത് ചെയ്തു നമുക്ക് നോക്കാം. അപ്പോഴ് സ്പീച്ചിന്റെ നിഗമനം അല്ലെങ്കിൽ അവസാനമായി ആ സമയത്ത് അദ്ദേഹത്തിന് ഇവർക്ക് മനസ്സിലായി, ഇവരുടെ രണ്ടുപേരുടെയും, എബ്രഹാം ലിങ്കന്റെയും ഡെന്നീസിന്റെയും കാഴ്ചപ്പാടുകൾ ഒന്നിനെയും തൃപ്തിപ്പെടുത്താത്ത ഒരു പ്രസംഗമായിരുന്നു അത് ആ സ്റ്റെം സ്പീക്കർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ലേറ്റർ മീൻസ് എന്താണ്? അവിടെ നോക്ക്, ലേറ്റർ. ഓക്കെ, അപ്പോ ലാറ്റർ മീൻസ് എന്താണ്? രണ്ടാമത്തെ ആൾ. ഇവിടെ ഏബിനെയും ഡെന്നീസിനെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏബ് ഡെന്നീസ്, ആദ്യത്തെ ഏബ്, രണ്ടാമത്തെ ആള് ഡെന്നീസ്. അപ്പൊ ഈ രണ്ടാമത്തെ ആള് ഡിക്ലെയർ ചെയ്യുക, പ്രഖ്യാപിക്കുക. അദ്ദേഹം പ്രഖ്യാപിച്ചു that Abe could make a better speech than that. അപ്പൊ എബ്രഹാം ലിങ്കന് താങ്കൾ ഇപ്പോൾ നടത്തിയ പ്രസംഗത്തെക്കാൾ നല്ല രീതിയിൽ, ബെറ്റർ അല്ലെ, ബെറ്റർ എന്നാ പറയുന്നത്. രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അഡ്ജക്റ്റീവ് എപ്പോഴും കമ്പാരിറ്റീവ് ഡിഗ്രിയിലായിരിക്കണം. അപ്പോ ബെറ്റർ ദാൻ ദാറ്റ്, താങ്കൾ നടത്തിയ പ്രസംഗത്തെക്കാൾ നല്ല രീതിയിൽ നല്ലൊരു പ്രസംഗം എബ്രഹാം ലിങ്കനെ കൊണ്ട് പ്രസംഗിക്കാൻ സാധിക്കും എന്ന് ആര് പ്രഖ്യാപിച്ചു? രണ്ടാമത്തെ ആൾ, അതായത് ഏബും അതുപോലെ തന്നെ ഡെന്നീസ്. അതിൽ രണ്ടാമത്തെ ഡെന്നീസ് ആണ്. ഡെന്നീസ് പ്രഖ്യാപിച്ചു കേട്ടാ, എബ്രഹാം ലിങ്കന് തന്നെക്കാട്ടി നല്ല രീതിയിൽ ഈ ആളുകളുടെ തൃപ്തിക്കനുസരിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ഡെന്നീസ് വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. ഡിക്ലെയർ ചെയ്തു, പ്രഖ്യാപിച്ചു. നോക്കുക. Whereupon he got a dry good box and called on Abe to reply to the campaign orator. എന്നിട്ട് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കാം. അതിനുശേഷം he got a dry good box. ഇദ്ദേഹം നമ്മുടെ ഡെന്നീസ് ഒരു ഡ്രൈ ഗുഡ്സ് ബോക്സ് മീൻസ് അല്ലെ, നമ്മൾ ഈ എന്താ പറയാ, തക്കാളി പെട്ടി എന്നൊക്കെ പറയാ. തക്കാളി പെട്ടിയൊക്കെ അധികം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള പെട്ടി
സാധനങ്ങളും മറ്റുമൊക്കെ ഗുഡ്സ് മീൻസ് അറിയാലോ തിങ്സ്. അപ്പൊ ഈ ഗുഡ്സും സാധനങ്ങളും മറ്റുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓരോ അല്ലെ ലോറികളിലും മറ്റുമൊക്കെ ഇപ്പൊ ആപ്പിൾ ഓറഞ്ച് തുടങ്ങിയിട്ടുള്ള മാർക്കറ്റിൽ ഇപ്പൊ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു വല്ല ഒരു ബിസി ആയിട്ടുള്ള സ്ട്രീറ്റ് തെരുവിൽ വെച്ചൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ പ്രസംഗം നടത്തുന്നത്. അപ്പൊ ആ തെരുവില് സുലഭമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഗുഡ്സ് ബോക്സ് കിട്ടും. അപ്പൊ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഗുഡ്സ് ബോക്സ് അല്ലെ സാധനങ്ങളും മറ്റുമൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന പെട്ടി എടുത്തിട്ട് കാൾ ഡോൺ ഏബിനെ വിളിച്ചു. എന്തിന്? ടു റിപ്ലൈ ടു ദ ക്യാമ്പയിൻ ഒറേറ്റർ. ആ പ്രചാരണ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ സോഷ്യൽ ആ പൊളിറ്റിക്കൽ ഒറേറ്റർ, ആ രാഷ്ട്രീയ പ്രാസംഗികനെ അല്ലെ ഒറേറ്റർ പ്രാസംഗികൻ, പ്രസംഗിക്കുന്ന ആൾ കേട്ടാ. അപ്പൊ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ ഏബിനെ ആര് വിളിക്കുകയുണ്ട്? ആര് ക്ഷണിച്ചു? ഡെന്നീസ് ക്ഷണിച്ചു. അപ്പൊ ഡെന്നീസാ കുഴപ്പമുണ്ടാക്കിയത്. ഡെന്നീസാ പറഞ്ഞത് എന്റെ സുഹൃത്ത് ഏബുണ്ടല്ലോ, എബ്രഹാം, അവന് താങ്കളെ കാട്ടി നല്ല രീതിയിൽ പ്രസംഗിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എബ്രഹാമിന് എന്താണ് ഒരു ഗുഡ്സ് ബോക്സ് ഒക്കെ എടുത്തിട്ടിട്ട് ഇതിന്റെ മുകളിൽ കയറി ഇന്ന് എന്ത് ചെയ്യാൻ പറഞ്ഞു? നല്ല രീതിയിൽ പ്രസംഗിക്കാൻ ഡെന്നീസ് പ്രേരിപ്പിച്ചു. അപ്പൊ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചാണ് പറയുന്നത്. എബ്രഹാം ലിങ്കൻ ഒളിച്ചോടാൻ പറ്റുമോ? ഇല്ല. അത് അദ്ദേഹത്തിന് ഒരു നാണക്കേട് ഉണ്ടാക്കും അല്ലെ. അങ്ങനെ നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചു എന്ന്. Little Abe threw his old straw hat on the ground. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ എബ്രഹാം ലിങ്കന് എന്താണ്? ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ആണ്. അപ്പൊ ചില വ്യക്തികൾ അങ്ങനെയാണ്. ഇപ്പൊ ഡെന്നീസ് എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡെന്നീസിനെ പോലുള്ള ചില ആളുകളുണ്ട്. ചില ആളുകൾ അവർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് വലിയ കഴിവുകളൊന്നും കാണില്ല. പക്ഷേ അവർ കഴിവുകളെ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ കേമന്മാരായിരിക്കും. അപ്പോ എബ്രഹാം ലിങ്കനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. ഡെന്നീസ് എന്ന് പറയുന്ന അവന്റെ സുഹൃത്ത്, എബ്രഹാം ലിങ്കന്റെ സുഹൃത്ത്, അവനൊരു നല്ല പ്രചോദനമായിരുന്നു, ഇൻസ്പിറേഷൻ ആയിരുന്നു ഡെന്നീസ് കേട്ടോ. അപ്പൊ അതിനുമായിട്ട് സംബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് താഴെ. ഓക്കെ, എനിവേ നോക്കുക. അങ്ങനെ നമ്മുടെ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ഏബിന്, ആ കുഞ്ഞ് ഏബിന്, നമ്മുടെ ലിറ്റിൽ ഏബ്, കുഞ്ഞ് ഏബിന് ത്രൂ ഹിസ് ഓൾഡ് സ്ട്രാറ്റ്, അപ്പൊ പ്രസംഗിക്കാൻ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പഴയ തൊപ്പിയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു. ഓൺ ദ ഗ്രൗണ്ട്, എങ്ങോട്ട് എടുത്തെറിഞ്ഞു? ഗ്രൗണ്ടിലേക്ക് എടുത്തെറിഞ്ഞു. ആൻഡ് മൗണ്ടിങ് ഓൺ ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്. മൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കയറി നിൽക്കുക, കയറുക. നമ്മൾ ഈ കുതിരയുടെ മുകളിലൊക്കെ എന്താണ് കയറുക എന്നതിനും നമ്മൾ മൗണ്ട് എന്ന് യൂസ് ചെയ്യാറുണ്ട്. മൗണ്ടിന്റെ ഓപ്പോസിറ്റ് ഡിസ്മൗണ്ട് എന്നാണ് കേട്ടോ. ഡിസ്മൗണ്ട് ചെയ്യുക, ഇറങ്ങുക എന്നാണ്. മൗണ്ട് കയറുക, ഡിസ്മൗണ്ട് എന്താണ്? ഇറങ്ങുക എന്നാണ് കേട്ടോ. അപ്പൊ നോക്കുക, ആൻഡ് മൗണ്ടിങ് ദ ഡ്രൈ ഗുഡ്സ് ബോക്സ്. അപ്പൊ ആ വരണ്ട അല്ലെങ്കിൽ ആ എന്താണ് പഴകിയ ആ ഗുഡ്സ് ബോക്സിന്റെ മുകളിൽ എന്ത് ചെയ്തു? കയറി നിന്നു. Delivered a speech which held the attention of the crowd. എന്നിട്ട് ഒരു പ്രസംഗം കാഴ്ചവെച്ചു. He delivered a speech. ഒരു പ്രസംഗം അദ്ദേഹം എന്ത് ചെയ്തു? നടത്തി. He delivered a speech. അല്ലെ, അദ്ദേഹം ഒരു പ്രസംഗം പ്രസംഗിച്ചിട്ടോ എങ്ങനെയുള്ള പ്രസംഗമായിരുന്നു അത്? Which held the attention of the crowd. What is crowd? ആൾക്കൂട്ടം, ജനക്കൂട്ടം. അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിന്റെ എല്ലാവരുടെയും അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ എബ്രഹാം ലിങ്കൻ പ്രസംഗിച്ചു. ആരെ കൊണ്ട് സാധിക്കാത്തത്? അത് നമ്മുടെ നേരത്തെ പ്രസംഗിച്ച സ്റ്റെംപ് ഒറേറ്ററിനെ കൊണ്ട് അല്ലെങ്കിൽ സ്റ്റെംപ് സ്പീക്കറിനെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണ് ഇവിടെ എബ്രഹാം ലിങ്കൻ ചെയ്തിരിക്കുന്നത്. He caught the attention of the crowd. ആ ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധ ആർക്ക് പിടിച്ചു പറ്റാൻ സാധിച്ചു? എബ്രഹാം ലിങ്കന്, കുഞ്ഞ് എബ്രഹാം ലിങ്കന് പിടിച്ചു പറ്റാൻ സാധിച്ചു. And won him considerable applause. അത് മാത്രമല്ല, എന്താണ് applause? പ്രോത്സാഹനം അല്ലെ, ഒരുപാട് പ്രോത്സാഹനം നമ്മുടെ എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്യുകയും ചെയ്തു? അവിടെ ലഭിക്കുകയും ചെയ്തു. Even the campaign orator admitted that it was a fine speech and answered every point in his own oration. എന്നിട്ട് നോക്കുക, ഇവൻ ദ ക്യാമ്പയിൻ ഒറേറ്റർ. അപ്പൊ ഇതിന് മുന്നേ ആ രാഷ്ട്രീയ അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തകൻ ആണല്ലോ സ്റ്റെം സ്പീക്കർ. അദ്ദേഹം പോലും അഡ്മിറ്റ് ചെയ്യുക ഇവിടെ സമ്മതിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അദ്ദേഹം പോലും സമ്മതിച്ചു. എന്താ സമ്മതിച്ചത്? ദാറ്റ് ഇറ്റ് വാസ് എ ഫൈൻ സ്പീച്ച്. എബ്രഹാം ലിങ്കൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് വളരെ നല്ല സ്പീച്ചാണ്. ഓക്കെ, ചിലവരാണെങ്കിൽ എന്താണ് സമ്മതിക്കത്തൊന്നുമില്ല അല്ലെ. ഇതാണ് എന്നെ കാട്ടിയും നല്ല പ്രസംഗം എന്നൊക്കെ എന്ത് ചെയ്യും? കളിയാക്കിയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. എബ്രഹാം ലിങ്കന്റെ പ്രസംഗത്തെ ആരും അംഗീകരിച്ചു? ആ ക്യാമ്പയിൻ ഒറേറ്ററും എന്ത് ചെയ്തു? അംഗീകരിക്കുകയാണ് ചെയ്തത്. നോക്കുക, ആൻഡ് ആൻസർഡ് എവറി പോയിന്റ് ഇൻ ഹിസ് ഓൺ ഒറേഷൻ.
എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒറേഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞു, നേരത്തെ എബ്രഹാം ലിങ്കനെയും അതുപോലെ തന്നെ ഡെന്നീസിനെയും നമ്മുടെ ക്യാമ്പയിൻ ഒറേറ്റർ നടത്തിയ പ്രസംഗം ഇവർ രണ്ടുപേരുടെയും താല്പര്യങ്ങളെ ഒന്നും തന്നെ മീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് ഒന്നും തന്നെ എന്താണ് സാറ്റിസ്ഫൈഡ്, തൃപ്തിപ്പെടുത്തിയില്ല എന്ന് ആൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അപ്പോ അങ്ങനെ അപ്പോ ഇപ്പൊ എന്താ ചെയ്തത് ഇദ്ദേഹം? അപ്പൊ ഈ എബ്രഹാം ലിങ്കന്റെ പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് ഇവരോട് ഒരു അനുകമ്പ തോന്നി. അദ്ദേഹത്തിന്റെ ഒറേഷൻ, അദ്ദേഹം നേരത്തെ നടത്തിയ പ്രസംഗത്തില് ഇവർക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങളെല്ലാം വ്യക്തമാക്കി എന്ത് ചെയ്തു? പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പൊ അതാണ് ഇൻസിഡന്റ്. ഏത്? നമ്മുടെ ഈ എബ്രഹാം ലിങ്കന് കുട്ടിക്കാലത്ത് ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്. നോക്കുക, ഒരു ചെറിയ സെന്റൻസ് കൂടെ ഉണ്ട്, അതുകൊണ്ട് തീരുകയാണ്. Dennis Hanks, who thought Abe was the greatest man who ever lived, was delighted. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മുടെ ഡെന്നീസിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാം ലിങ്കൻ എങ്ങനെയുള്ള വ്യക്തിയാണ്? Who thought, അദ്ദേഹം ചിന്തിച്ചിരുന്നത് എബ്രഹാം ലിങ്കൻ was the greatest man who ever lived. ഡെന്നീസ് ഹാങ്സ് എപ്പോഴും കുട്ടിക്കാലം മുതൽക്കേ ചിന്തിക്കുന്നത് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും എന്താണ് ഗ്രേറ്റസ്റ്റ്, മഹത്തായ മനുഷ്യൻ എബ്രഹാം ലിങ്കൻ എന്നാണ് ഡെന്നീസ് ഹാങ്സ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഡെന്നീസ് ഹാങ് വാസ് ഡിലൈറ്റഡ്. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ കൂടുതൽ എന്തായി? സന്തോഷവാനായി. ഡിലൈറ്റഡ്, എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെ, അങ്ങേയറ്റം സന്തോഷവാനായി. കാരണം തന്റെ സുഹൃത്തിന് ആളുകൾ അംഗീകരിച്ചു. ഒറേറ്റർ പോലും, ക്യാമ്പയിൻ ഒറേറ്റർ പോലും എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഓക്കെ, നോക്കുക. And he often spoke of how young Abe got the better of the trained campaign speaker. അവിടെ ഒരു ശൈലി, ഒരു ഫ്രേസ് അവിടെയുണ്ട്. Got the better of. What is meant by got the better of എന്ന് പറഞ്ഞാൽ, got the better of എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഡിഫീറ്റ് എന്നാണ്, തോൽപ്പിക്കുക എന്നാണ്. got the better of എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫീറ്റ് someone, ആരെങ്കിലും തോൽപ്പിക്കുക എന്നാണ് അർത്ഥം. അറിവിടെ എഴുതി വെച്ചിരിക്കുക കേട്ടോ. got the better of എന്ന് പറയുന്നത് ഡിഫീറ്റ് someone, ആരെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. നോക്കുക. സോ അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം തോന്നുകയും ഇദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്ത്? യുവ എബ്രഹാം ലിങ്കൻ എങ്ങനെയാണ് ആ ക്യാമ്പയിൻ സ്പീക്കറിനെ, രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തകനെ എങ്ങനെ അത്രയും പരിശീലനം കിട്ടിയ രാഷ്ട്രീയ പ്രചാരണ പ്രവർത്തകനെ നമ്മുടെ കുഞ്ഞ് എബ്രഹാം എങ്ങനെയാണ് തോൽപ്പിച്ചത് എന്നതിനെ കുറിച്ച് ആളുകളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞ് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, എബ്രഹാം ലിങ്കന്റെ വസ്ത്രമോ വേഷമോ ഒന്നും തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രസംഗത്തിന് ഒരു തടസ്സമായിട്ടില്ല. അദ്ദേഹം വളരെ പുറായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് എബ്രഹാം ലിങ്കൻ വന്നിരിക്കുന്നത്. അപ്പോ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, അതിനെക്കുറിച്ചൊന്നും ഒട്ടും തന്നെ ബോധേഡാകാതെ എബ്രഹാം ലിങ്കൻ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെ എല്ലാ ആളുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്നു. അപ്പൊ വസ്ത്രത്തിലും വേഷത്തിലും ഒന്നുമല്ല കാര്യം അല്ലെ, നമ്മുടെ സ്റ്റൈലിലോ ഒന്നുമല്ല കാര്യം, മറിച്ച് എന്താണ്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഡെഡിക്കേറ്റഡ് ആയിട്ട് അല്ലെ, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, സെൽഫ് റിലയന്റ് ആയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ there should be result. അവിടെ ഉറപ്പായിട്ടും എന്തുണ്ടാകും? ബലം ഉണ്ടാകും. അതുപോലെ ഡെന്നീസ് ഹാങ്സിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ we should appreciate, we should learn to appreciate others. മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം അല്ലെ. ചില ആളുകൾക്ക് കഴിവ് കാണത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവര്, കഴിവുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക എന്നതിനെ കുറിച്ചുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു മോറൽ, ഒരു ഐഡിയയും കൂടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോഴ് പുവറോ അല്ലെങ്കിൽ നമ്മുടെ ദുരവസ്ഥയൊന്നും കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ വി മസ്റ്റ് സ്ട്രൈവ്, നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. ഡെഫിനറ്റ്ലി, ഉറപ്പായിട്ടും there will be result. അവിടെ എന്തുണ്ടാകും? റിസൾട്ട് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ. എബ്രഹാം ലിങ്കന്റെ ഫസ്റ്റ് സ്പീച്ച് അഥവാ ഏബ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ എന്ത് ചെയ്യാണ്? അവസാനിക്കുകയാണ്. സ്മോൾ അനക്ഡോട്ട്, വളരെ ചെറിയ ഒരു അനക്ഡോട്ട് ആണ്. അപ്പൊ എക്സാമിനൊക്കെ വളരെ വിരളമായിട്ടാണ് ഇതിൽ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിവേ പഠിക്കുക. ഇറ്റ്സ് എ മോട്ടിവേഷണൽ സ്റ്റോറി. വളരെ മോട്ടിവേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക? ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, സോ ഇതിന് നോട്ട് PDF ആയിട്ട് എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ.